കൊടിയേരിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇവിടെ സംസാരിക്കാനോ അല്ല ഇങ്ങനെ നിൽക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇവിടെ ആര് ചോദിച്ചാലും ഞാൻ പറയും മലബാർ ക്യാൻസർ സെൻ്ററിട്ട് ആരും പോകണ്ടെന്ന് പറയും. എനിക്കിപ്പോൾ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് അബദ്ധം പറ്റിയെങ്കിലും എനിക്ക് ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. അതുപോലെ എത്രത്തോളം ജീവൻ പോയിട്ടുണ്ടാവും ഇവിടുന്ന്. കാരണം എനിക്ക് വ്യക്തമായിട്ട് പറയാം, കാരണം എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളും ഉണ്ട്. ഇവരുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയല്ലേ. ഇതൊരു ക്യാൻസർ സെന്റർ മാത്രമല്ലേ. ഈ ക്യാൻസർ സെന്റർ മാത്രമായ ഒരു സ്ഥലത്ത് ബയോപ്സി പോലും ചെയ്യാൻ അറിയാത്ത ടീമാണ് അവിടെ ഇരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷ് ആകട്ടോ സംസാരിക്കുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കുറച്ച് ക്യാൻസർ ജേർണിനെ കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഞാൻ കൊടിയേരി ക്യാൻസർ സെൻ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ കൊടിയേരിയിലുള്ള ക്യാൻസർ സെൻ്ററിൻ്റെ പേര് ശരിക്കും മലബാർ ക്യാൻസർ സെൻ്റർ തലശ്ശേരി, അതാണ് പേര്. അപ്പം ഞാനിതൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കാൻ തന്നെ കാരണം, ഞങ്ങൾ MVRൽ പോയി അത് മാത്രമാണ് എൻ്റെ ജീവിതം ഒന്ന് മാറ്റി മറിഞ്ഞൊരു സംഭവം. അല്ലെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ക്യാൻസറിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയുന്നില്ല. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ രീതിയിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ അല്ല. കാരണം അത് ഒരു 3 സംഭവം നെഗറ്റീവായിട്ട് വരുന്നൊരു ഇതാണ്. അതിപ്പം ഡോക്ടേഴ്സിന് അത് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും. കാരണം അത് പെട്ടെന്ന് സ്പ്രെഡിങ് ആവും. അപ്പം ഓൾറെഡി പെട്ടെന്ന് തന്നെ സ്പ്രെഡാകും. കാരണം 1 മാസം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയണത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ അവിടെ എത്തുന്ന ഒരു സമയത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റില്ലായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ ആദ്യം നമ്മൾ ചെല്ലുന്നു, അന്നേരം പെട്ടെന്ന് തന്നെ അവരെല്ലാ ടെസ്റ്റുകളും ചെയ്ത് MVRന്ന് മൊത്തം ടെസ്റ്റുകൾ അവർ ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഞാൻ പറയില്ല 20 ദിവസത്തിന് മുമ്പ് ഞാൻ നോക്കുമ്പം എനിക്ക് അങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു തടിപ്പില്ല, ഒന്നുമില്ല. 20 ദിവസം കൊണ്ടാണ്, ശരിക്കും പറയുവാണ്, ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 20 ദിവസം കൊണ്ടാണ് ഒരു താറാം മുട്ടയുടെ വലിപ്പത്തിലൊരു മുഴ എൻ്റെ ബ്രസ്റ്റിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങൾ MVRൽ ചെല്ലുന്നു, അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. പിന്നെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നു. പിറ്റേ ദിവസം തന്നെ അവർ കീമോ സ്റ്റാർട്ടാക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ കീമോ സ്റ്റാർട്ടാക്കി. കാരണം ആദ്യം നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സർജറി ചെയ്താൽ വരെ നമുക്കതിൻ്റെ ഒരു മുറിവണങ്ങേണ്ട ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, ആ ടൈം വരെ വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ കണ്ടീഷൻ. അപ്പം ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ ഓരോരുത്തർക്കും നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ ചെറിയൊരു പൈസ ലാഭമോ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നല്ല ഡോക്ടേഴ്സിനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, എവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ആദ്യം നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി തന്നെ കാണിച്ച് നല്ല രീതിക്കുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ രോഗം എന്താണെന്നും അത് ഏത് രീതിയിൽപ്പെട്ടതാണെന്ന് തരംതിരിച്ച് നമ്മൾ കാണിച്ച് നോക്കിക്കഴിഞ്ഞ ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ കാര്യങ്ങൾ. കാരണം നമ്മളൊന്നും ആരും രോഗം വരണമെന്ന് വിചാരിച്ചിട്ടല്ല. നമുക്ക് ഒത്തിരി നമ്മൾ സാമ്പത്തിക ചിലവ്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ സാധാരണ രോഗത്തെ പോലല്ല. ശരിക്കും നമ്മളെ ക്യാൻസറിൻ്റെ സിമ്പിൾ കാണുന്നില്ലേ, സെയിം അത് തന്നെയാണ്. നമ്മളെ കാർന്ന് തിന്നുന്ന രോഗം തന്നെയാണ്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും കുടുംബത്തിലായിട്ടും നമ്മളെല്ലാം കാർന്ന് തിന്നുന്ന രോഗം തന്നെയാണ് ക്യാൻസർ. പക്ഷെ നമ്മളതിനെ മുമ്പോട്ട് കവർ ചെയ്ത് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കുക, നല്ല ഡോക്ടേഴ്സിനെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്തുവാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പക്ഷെ നമ്മുടെ രോഗത്തിനെ കുറിച്ചുള്ള ആ തരംതിരിവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അറിയണം. കാരണം ഞാനിപ്പോഴും പറയുന്നുണ്ടല്ലോ, എനിക്ക് ഒത്തിരി നമ്മൾ എന്തുമാത്രം നമ്മൾ ചെയ്ത് ഈ രോഗത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഏത് വ്യക്തിയാണേലും നമ്മൾ മരിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. ജീവിക്കണമെന്ന് മാത്രം എല്ലാ വ്യക്തികൾക്കും ആഗ്രഹമുള്ളൂ. പക്ഷെ നമ്മൾ വെറുതെ കൊണ്ട് പൈസ എവിടെയെങ്കിലും എറിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറയണത്. നമ്മൾ നല്ല രീതിക്ക് നമ്മൾ നോക്കി പിന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി. കാരണം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കൊടിയേരിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇവിടെ സംസാരിക്കാനോ അല്ല ഇങ്ങനെ നിൽക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. കാരണം അത്രത്തോളം വിഷമഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ആ പൈസ അത്ര എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നുള്ളതല്ല, പൈസ പൊയ്ക്കോട്ടെ. നമ്മൾ എന്തുമാത്രം ടെസ്റ്റുകൾ ചെയ്യുന്നു. നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ടെസ്റ്റുകൾ ഉണ്ടാവും, വേണ്ടാത്ത ടെസ്റ്റുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതല്ല നമ്മുടെ പ്രശ്നങ്ങൾ. നമുക്ക് രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് അവർ നോക്കിയിട്ട് രോഗമില്ല എന്ന് പറയുന്നിടത്ത് അവിടെയല്ലേ നമ്മൾ തോറ്റു പോകുന്നത്.
നമുക്ക് രോഗം ഇല്ല എന്ന് പറഞ്ഞിടത്ത് പിന്നെ നമ്മൾ പോയിട്ട് കാര്യമുണ്ടോ? പിന്നെ ഞാൻ ആ കൊടിയേരി തന്നെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ ഒന്നും മനസ്സിലാകാണ്ടായി പോയേനെ. അത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ ആരുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാം. ഇത് പറയേണ്ടതിന് ഒരു വിഷമമില്ല. ഉള്ള കാര്യങ്ങൾ എൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ മലബാർ ക്യാൻസർ സെൻ്ററിൽ നിന്നുള്ള ആ റിസൾട്ട് കാര്യങ്ങൾ, അവർ വിളിച്ച ഫോൺ കോൾസ്, പിന്നെ MVR എന്നുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ഒന്നും പുറകെ പോകാനും പറയാനും ഉള്ള ഒരു സാഹചര്യമല്ല. കാരണം ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കവറാക്കണം. അത് അത്ര മാത്രമേ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. കാരണം എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയും മലബാർ ക്യാൻസർ സെൻ്ററിട്ട് ആരും പോകണ്ടെന്ന് പറയും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എനിക്കിപ്പോൾ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, എനിക്ക് അബദ്ധം പറ്റിയെങ്കിലും എനിക്ക് ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. അതുപോലെ എത്രത്തോളം ജീവൻ പോയിട്ടുണ്ടാവും ഇവിടുന്ന്. ഇവരുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയല്ലേ. ഇതൊരു ക്യാൻസർ സെൻറ്റർ മാത്രമല്ലേ. ഈ ക്യാൻസർ സെൻറ്റർ മാത്രമായ ഒരു സ്ഥലത്ത് ബയോപ്സി പോലും ചെയ്യാൻ അറിയാത്ത ടീമാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? അങ്ങനെയാണ് എൻ്റെ ബയോപ്സി റിസൾട്ട് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ലായിരുന്നല്ലോ. ആ ബയോപ്സി റിസൾട്ട് എനിക്ക് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ, അത് വെച്ച് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ ഒരു ലൈഫ് എന്തായിരുന്നു? അവർക്കെന്തും പറയാം, ആർക്കും എന്തും പറയാം. പോകുന്ന ഒരു ജീവനാണ്. ഇതുപോലെ എന്തോ ഒരു ജീവൻ പൊരിഞ്ഞിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് എന്നെ ഒരു വ്യക്തിയോട് ഞാൻ പറയും പോകരുതെന്ന് ഞാൻ പറയും. നിങ്ങൾ MVRയിലോ അല്ല നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സാമ്പത്തികമില്ലാത്തൊരു വ്യക്തികൾ ശരിക്കും നമ്മൾ പറയും ഇൻഷുറൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ഇത് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ട്രീറ്റ്മെൻറ്റ് ഇതാണെന്നുള്ളതാണ്. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രാരംഭഘട്ടമാണിത്. ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതല്ല, പ്രാരംഭഘട്ടമാണ് ബയോപ്സി. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്ത ശേഷം മാത്രമല്ലേ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അതെൻ്റെ ജീവിതത്തിൽ വന്ന കാര്യമാണ്. കാരണം എനിക്ക് വ്യക്തമായിട്ട് പറയാം. കാരണം എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളും ഉണ്ട്. ഇത് ഞാൻ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ഒരു വ്യക്തി പോലും അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ എപ്പോഴും പറയും.